സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം, ആലങ്ങാട്. പറവൂർ താലൂക്കിലെ ആലങ്ങാട് ആണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തോട്ട ഇല്ലത്തിന്റെ വകയാണിത്. ആലങ്ങാട്ട് നാട്ടുരാജ്യത്തിന്റെ ധനകാര്യ നിയന്ത്രകരായിരുന്നു ഈ കുടുംബത്തിലെ അംഗങ്ങൾ. വെളിയത്ത് നാട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിനും പ്രദേശത്തെ ബാധിച്ച ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം കുടുംബ വീടും ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അവർ കോട്ടപ്പുറത്തേക്ക് മാറി അവിടെ ഒരു വീട് പണിത് ഈ സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ അവർ തങ്ങളുടെ കുടുംബദേവതകളെ പ്രതിഷ്ഠിച്ചു. എന്നാൽ അതിൽ അവർ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ആരാധിച്ചിരുന്ന സന്താന ഗോപാലമൂർത്തി ഉൾപ്പെട്ടിരുന്നില്ല. കുടുംബത്തിലെ മൂത്ത അംഗമായ ശേഖരൻ ഇളയത്ത് ഒരു സ്വപ്നത്തിൽ ഭഗവാൻ അദ്ദേഹത്തോട് അവർ എന്തുകൊണ്ട് എന്നെ പ്രതിഷ്ഠിച്ചില്ല എന്ന് ചോദിച്ചു. 3 മാസത്തിനുള്ളിൽ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൽ സന്താനഗോപാലമൂർത്തിയെ പ്രതിഷ്ഠിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ശേഖർ ഇളയത്ത് കാശിയിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വന്നില്ല. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പൻ്റെയും ഭദ്രകാളിയുടെയും വകയായിരുന്നു. കഴിഞ്ഞ 56 വർഷത്തിൽ കൂടുതലായിട്ട് ആലങ്ങാട്ട് യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഭഗവാൻ അയ്യപ്പനെ ഒരു പ്രത്യേക ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചു. ഭദ്രകാളി, ശിവൻ, ഗണപതി, നാഗങ്ങൾ, രക്ഷസ് എന്നിവരാണ് മറ്റു ഉപദേവതകൾ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കുട്ടികളില്ലാതെ കുടുംബം അന്യം നിന്ന് പോകുന്നു, അതായത് അറ്റുപോകുന്നു, പരമ്പരയില്ലാത്ത സന്ദർഭത്തിൽ ഇവർ ഉപാസിക്കുന്ന ദേവതാ സ്വരൂപമാണ് കൃഷ്ണന്റെ സന്താനഗോപാലൻ എന്ന രൂപം. അശ്വിനി മാസത്തിലെ പൗർണമി സന്താനഗോപാല അവതാര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സന്താനഗോപാല ദിനം വിശേഷാൽ പൂജകളോടെയാണ് ക്ഷേത്രത്തിൽ ആചരിക്കുന്നത്. സന്താനങ്ങളില്ലാതെ വിഷമിച്ച ബ്രാഹ്മണന് ഭഗവാൻ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ഒപ്പം തന്നെ മനുഷ്യ സാധ്യമല്ലാത്ത ഒന്നാണ് ജനനവും മരണമെന്നും മാനവികതയുടെ പ്രതിരൂപമായ അർജുനനെ ബോധ്യപ്പെടുത്തുകയും കൂടിയായിരുന്നു അവതാര ഉദ്ദേശ്യം. സന്താന സൗഭാഗ്യത്തിനായും സന്താനങ്ങളുടെ വിവിധ രോഗദുരിത മോചനത്തിനായും വിദ്യാബുദ്ധി വർധനവിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും സന്താനഗോപാല ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തി പൂജകളിൽ പങ്കെടുക്കുന്നത് അത്യുത്തമമാണ്. അന്നേ ദിവസം വിശേഷാൽ സന്താനഗോപാല ഹോമം, അതായത് പാൽപായസ ഹോമവും നടത്തിവരുന്നു. 12 വ്യാഴാഴ്ച അടുപ്പിച്ച് കുട്ടികളില്ലാത്ത ദമ്പതിമാർ സന്താനഗോപാല മന്ത്രാർച്ചനയും തുളസിമാലയും വെണ്ണയും കദളിപ്പഴവും ഭക്തിയോടെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം.